ുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി സകർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ക്ഷേത്രോത്സവത്തിയുടെ ക്ഷേത്രോത്സവത്തിന്റെ വികസനത്തിന് നാടിന്റെ പുരോഗതിക്ക് അഹോരാത്രം വൈകിക്കുകയും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളായി രാമകാര്യത്തിന് ബഹുമാനായി പൊതുരംഗത്ത് വിശ്വാസ സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ശ്രീരാമവേളയിൽ അതിനോട് സേവനം ക്ഷണിക്കുന്നു. വൈകാതെ ബഹുമാന്യ ദേവസ്വം പ്രസിഡന്റ് ശ്രീ രവീന്ദ്രനോട് ക്ഷണിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനൊരു നീണ്ട പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നു. നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമെന്ന്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളുടെ പരിസരം എല്ലാ അർത്ഥത്തിലും മാറ്റാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളുടെ അന്വേഷണം തന്നെ വലിയ മാറ്റത്തിന് വിധേയമായി. ഒരു ഘട്ടത്തിൽ അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ച് ക്ഷേത്രാങ്കണം ചാരു ഹരിതമാക്കണം എന്ന് തീരുമാനിച്ചു. ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തും. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിന്റെ പരിസരവും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാക്കി മാറ്റും. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ സംശയമായി. ആ സന്ദർഭത്തിലാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ കൂടുതൽ സഹായങ്ങൾ ചെയ്യണം. അത് ഗവൺമെന്റ് തലത്തിൽ ചെയ്യണം. ദേവസ്വം ബോർഡും അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളും നമ്മുടെ നല്ലവരായ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലിലൂടെ നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യവും അതിൻ്റെ പരിസരവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ഭക്തരുടെ അവരുടെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ക്ഷേത്രോപദേശ സമിതിയുടെ ആദരം 2026 ആദരമേറ്റുന്നതിന് വേണ്ടി ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ കെ പി ആലത്തൂരിന്റെ MP ശ്രീ കെ പി രാധാകൃഷ്ണൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.